ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡാഡിയുടെ ബർത്ത്ഡേ ഇന്നലെ അങ്ങനെ കാര്യമായിട്ട് ആഘോഷിച്ചൊന്നുമില്ല, പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്നു വന്നിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചിട്ട് ഇന്നാണ് ഞങ്ങളതിന് വേണ്ടി വിചാരിച്ചിട്ടുള്ള ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ നേരം വെളുത്തു, നല്ലോണം രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഇപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ല, നേരത്തോടെ കിടക്കണ കാരണം നേരത്തോടെ എണീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തോടെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ആവശ്യത്തിന് ഉണ്ടാക്കിയതാട്ടോ ഇഡ്ഡലി. അതുപോലെ രാവിലത്തെ പുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ഔസേപ്പിതാവിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ ചൊവ്വാഴ്ച അന്തോണീസ് പുണ്യാളൻ്റെ, ബുധനാഴ്ച ഔസേപ്പിതാവിൻ്റെ. അപ്പോൾ ആ ദിവസത്തെ നൊവേനയാണ് രാവിലെ നമ്മൾ ചൊല്ലുക, ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുക. പണ്ട് തൊട്ടേ എൻ്റെ അപ്പച്ചൻ ഔസേപ്പിതാവിൻ്റെ ഒരു ഭക്തനാണ് കേട്ടോ. കാരണം നമ്മളുടെ വീട്ടിലെപ്പോഴും അതെ, നമ്മൾ മറ്റേ ബിസിനസ്സുകാരായ കാരണം എപ്പോഴും തൊഴിലാളികളുടെ മധ്യസ്ഥൻ ഔസേപ്പിതാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ബുധനാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നീട് ഞങ്ങൾ വന്ന് പെട്ടത് പാവർട്ടിയിലാണ്. പാവർട്ടിയിൽ ഈ പറഞ്ഞ പോലെ പാവർട്ടി ഔസേപ്പിതാവിൻ്റെ ദിവസമാണ് ബുധനാഴ്ച. നോയമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമുള്ള ദിവസമാണ്. അപ്പോൾ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ കുഞ്ഞിലേ തൊട്ട് ബുധനാഴ്ചയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത എൻ്റെ ലൈഫിൽ ഉണ്ട്. പിന്നെ എന്നെ കല്യാണം കഴിച്ചതും ഒരു ബിസിനസ്മാൻ, ഞങ്ങൾക്കും ഇപ്പോൾ കച്ചവടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലടിസ്ഥിതമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഔസേപ്പിതാവിനോടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഈ പൊട്ടുകടല ചട്നി മാത്രം മതി, കാരണം ഇഡ്ഡലി ഉണ്ട്. പിന്നെ ഇന്നലെ രാത്രി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, കുടപ്പുളിയൊക്കെ ഇട്ട് വെച്ച് പാറു വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും മീൻകറിയും കൂടിയിട്ട് ഡാഡി കഴിച്ചു. ഞാൻ ഇഡ്ഡലിയും പൊട്ടുകടല ചമ്മന്തിയും കൂടിയിട്ടാണ് കഴിച്ചേട്ടോ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനാണ് ഇപ്പോൾ ആദ്യമായിട്ട് എണീറ്റ് വരിക. അപ്പോൾ ചാക്കോച്ച എണീറ്റ് വന്ന് ഡോൺ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തോമുട്ടൻ വന്നപ്പോൾ അത് കണ്ടപ്പോൾ അവന് ഭയങ്കര ദേഷ്യം, സങ്കടം. അപ്പോൾ അവൻ ഇറങ്ങി പോവുകയാണ്. മൂപ്പര് പോയി ഗേറ്റിൻ്റെ അവിടേക്ക് പോകാനുള്ള ധൈര്യമൊന്നുമില്ല. മൂപ്പര് മറ്റേ കാറിൻ്റെ ഇടയിലേക്ക് പോയി കുറച്ച് നേരം തൂണുമ്പോൾ നിന്നു. പിന്നെ കാറിൻ്റെ അവിടെ പോയി. അപ്പോൾ ഞാൻ പോയി നല്ല രീതിയിൽ എടുത്തു കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ ഒക്കത്ത് കയറി ഇരുന്നു വാശി. ഇവൻ കുറച്ച് കഴിയണ വരെ അവളുടെ അടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഡോൺ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ എപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഡിവൈൻ പറയും സെൻസർ ഉണ്ടോയെന്ന് അറിയില്ല, സ്വിച്ച് ഇട്ട പോലെ രണ്ടാളും എണീക്കും, ആരെങ്കിലും ഒരാൾ കരയും. അപ്പോൾ ഡിവൈൻ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോലും പറ്റാറില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ ബഹളം വയ്ക്കും. കുഞ്ഞാളാണെങ്കിൽ ചാക്കോച്ചനെ ബഹളം വെച്ചാൽ നമ്മൾ ആരെങ്കിലും എടുത്താൽ മതി. പക്ഷേ തോമുട്ടൻ ബഹളം വെച്ചാൽ ഡിവൈൻ തന്നെ ഇടപെടണം, അല്ലാണ്ട് രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതേ തോമുട്ടൻ കസാരയും കൊണ്ടിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് നോക്കിയിരിക്കണം കേട്ടോ. അവനിപ്പോഴാണ് കുറച്ച് ദേഷ്യവും കോപമൊക്കെ കൂടി തുടങ്ങിയത്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ഗെയിമും കൊണ്ട് അവനിപ്പോൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. ഓരോ കാര്യങ്ങൾ നോക്കി പറഞ്ഞ് നമ്മളൊന്നും ചെന്നാൽ ഇഷ്ടമല്ലേ, ചാക്കോച്ചന് പറഞ്ഞു കൊടുക്കും. പിന്നെ മൂപ്പർക്ക് തോന്നിയാൽ മൂപ്പര് അതൊക്കെ പറയും, അല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറയും അവൻ്റെ ഇഷ്ടത്തിന് വിടുക നല്ലത്. കാരണം എന്താ വെച്ചാൽ അവനൊന്നും മനസ്സിലാവാറായിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ചാക്കോച്ചനെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ഇപ്പോഴാണ് അവന് തോന്നി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ രാവിലെ അവനെ സർപ്രൈസ് ലീലമാമ വന്നു അവൻ്റെ. അപ്പോൾ ഞങ്ങൾക്കറിയായിരുന്നു കേട്ടോ, അവനോട് ഞാൻ പറഞ്ഞെങ്കിലും അവനത് അറിയണ്ടായിരുന്നില്ല ലീലമാമ വരണു എന്നുള്ളത്. അപ്പോൾ ലീലമാമ വന്നു കഴിഞ്ഞപ്പോൾ ഡിവൈനും ഡോണും ഓടി രക്ഷപ്പെടുകയാണ്. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാർലറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് തലയിലപ്പടി താരന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കണ്ടമാനം നേരം വേണം. അപ്പോൾ ലീലാമ്മ വന്നതോട് കൂടിയിട്ട് ഡിവൈൻ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ ഡിമ്പിളുടെ റൂമൊന്ന് ഒതുക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. കംപ്ലീറ്റ് അലക്കിയ തുണികളും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്ത് കിടക്കാറുണ്ട് ആ റൂമിൽ കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തീരെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഒരുപോലെ അങ്ങോട്ട് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ അവിടെ കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിമ്പിളെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഒതുക്കി ഇട്ടിട്ട് പോകുന്ന ആളാണ്. തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുമ്പോൾ അത് സങ്കടമല്ലേ. അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, കൂർക്കുപ്പേരി, മീൻ വറുത്തത്, പിന്നെ വെണ്ടക്കായ നീളനെ അരിഞ്ഞിട്ടാണ് കേട്ടോ മൂപ്പര് തോരൻ വയ്ക്കുക. പിന്നെ സാലഡ് ഉണ്ടാക്കി. അങ്ങനെയാണ് ഇറച്ചി മീനും ചിക്കനൊക്കെ ഇന്നലത്തെ എൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറികളുടെ പാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പലതരം പാത്രത്തിൽ വിളമ്പുക എന്നുള്ളത്. നമ്മൾ വിളമ്പുന്ന സംഭവം
ഒരേ കളറിലുള്ള പാത്രത്തിൽ സെറ്റായിട്ട് വിളമ്പുമ്പോൾ അതിനൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഓറഞ്ച് പാത്രങ്ങൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ താഴെയുള്ള ഈ പാത്രങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഓരോ സെറ്റായിട്ട് നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 5 കറിയായാലും 6 കറിയായാലും അതാത് വലിപ്പത്തിലിടാനുള്ള പാത്രങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് നമ്മൾ പറയില്ലേ, ഭക്ഷണത്തിനേക്കാൾ അത് വിളമ്പുന്ന പാത്രത്തിൻ്റെ ഭംഗിയായിരിക്കും അതിന് രുചി കൂടുതൽ ആക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ബീഫ് ഒരു ഇങ്ങനത്തെ പാത്രത്തിലാണ് വെച്ചേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ തന്നെ അതേ പാത്രത്തിലെടുത്തിട്ട് മീനും വേറെ എന്തെങ്കിലും വെച്ചാൽ 3 ഒരേ പാത്രമായി. അതുപോലെ കുഞ്ഞു സാധനങ്ങൾ ഇതുപോലെ വെള്ള പാത്രത്തിലെടുത്താൽ ഫുൾ വെള്ള സെറ്റപ്പ്. നമ്മൾ വിളമ്പുന്നതനുസരിച്ചാണ് ആ ഊണുമേശയ്ക്ക് ഭംഗി കൂടുക. പലതരം പാത്രങ്ങൾ വിളമ്പി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റുകളാണ്. അപ്പോൾ ഞാൻ ആ മോൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്ന മാതിരിയൊക്കെ ഉണ്ട്, ഇനി എൻ്റെ മോള് ചെയ്യുമ്പോൾ അത് അങ്ങനെ എടുത്ത് ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോളിലേക്ക് വന്നപ്പോൾ ഫുൾ വലിച്ച് വാരിയിട്ടേക്കുക. ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ള്. അപ്പോൾ എനിക്ക് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ കിടക്കാറില്ലല്ലോ, ഇതൊക്കെ ഒതുക്കി പിടിച്ച് 3:30 ആകുമ്പോഴാണ് ഞാൻ ഇരിക്കുക. ഇപ്പം അങ്ങനെയല്ല, ശരിക്കും ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കണം, അല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒതുക്കിയിടാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ പാറുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. കണ്ടു പാറു കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പാറു പറഞ്ഞു ഞാൻ ചെയ്തോളാം, നിങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിമ്പിളുടെ റൂം ഒതുക്കാനാണ് ഇന്ന് നിന്നത് കേട്ടോ. അങ്ങനെ ഒരേ ഭാഗം ഒതുക്കി തുണികളൊക്കെ ഒരേ വശത്ത് ഒതുക്കി എല്ലാം കഴിഞ്ഞ് എനിക്ക് ശരിക്കും ഒരു അരമണിക്കൂർ വേണ്ട. കാരണം ഒക്കെ മടക്കി വെച്ചിട്ടുള്ള തുണികൾ അതാത് സ്ഥാനങ്ങളിൽ വെക്കുക, പിന്നെ ബെഡ്ഷീറ്റ് ഇടുക. അപ്പോൾ ഡാഡീനെ ഞാൻ വിളിച്ചു ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞിടാനായിട്ട്. അപ്പോൾ 4 വശത്ത് കെട്ടിട്ടിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് ഇടാം കേട്ടോ. കെട്ട് ഉള്ളിലേക്ക് എനിക്കത് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് അത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോഴേക്കും എൻ്റെ സമയം 4 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ലീലാമ്മയും ചാക്കോച്ചനും മുകളിലുണ്ട്, തോമും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പാറു അപ്പോഴേക്കും എണീറ്റ് വന്ന് പഴം പൊരിച്ചു, ചായ വെച്ചു. അപ്പോൾ ലീലാമ്മ കൊണ്ടുവന്നതാട്ടോ കൊക്കുവടയും കായ വറുത്തതും. അപ്പോൾ തോമു കുറേശ്ശെ പാത്രത്തിലിട്ടിട്ട് തിന്നുകൊണ്ട് നടക്കുകയാണ്. ഇതും ഇവിടെ ഡിമ്പിളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, പഴമില്ലാത്ത പഴംപൊരി. അപ്പോൾ അവൾ പഴം തിന്നില്ല. അപ്പോൾ പഴമില്ലാത്ത പഴംപൊരി പൊന്നുവിന് വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പാറു ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അങ്ങനെ 3 പഴം ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ള പഴം കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി. അപ്പോഴേക്കും ഡിവൈൻ വന്നു. ഡിവൈൻ വന്നപ്പോൾ ഒരു കൊച്ചു അപകടം കൊണ്ടാണ് വന്നത്. കാറ്റത്ത് മൊത്തം കണ്ണിലേക്ക് എന്തോ പൊടി പറഞ്ഞിട്ട് ആകെ അസ്വസ്ഥതയായിട്ടാണ് വന്നത്. അപ്പോൾ അവർ വരുമ്പോൾ ഡാഡിക്ക് 2 ടീഷർട്ടും കൊണ്ടാണ് വന്നേട്ടോ. അപ്പോൾ ഡാഡിക്ക് ഈ പറഞ്ഞ പോലെ ടീഷർട്ടുകൾ ഇഷ്ടം. പണ്ടെങ്ങനെയാ വെച്ചാൽ ഫുൾ പട്ടിൻ്റെ ഷർട്ടുകൾ മാത്രമാണ് ബിസിനസ്സിന് പോയിരുന്നപ്പോൾ ഇട്ടിരുന്നത്. ഇപ്പോൾ ഈ ലോക്കലായിട്ട് വെറുതെ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും പോകണില്ലല്ലോ. അപ്പോൾ അധിക ഭാഗം ടീഷർട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ടീഷർട്ടുകളാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ റോസ ഡയോൺ വന്നപ്പോഴോ അന്ന വന്നപ്പോഴോ ഒക്കെ. അപ്പോൾ ഇത് നമ്മളുടെ ഷാഡോസിൽ നിന്ന് ഞാൻ അന്നെടുത്ത ചുരിദാറാട്ടോ, കുർത്തയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എടുത്തപ്പോഴേ ഡിമ്പിൾ പറഞ്ഞു ഇത് നല്ല ഭംഗിയുണ്ടാവും മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ മൂപ്പര് വന്നില്ല. എന്നിട്ട് ഒന്ന് അടുത്ത് വരെ നിന്നിട്ട് പിന്നെ അവൻ ഓടിപ്പോയി, കൂട്ടാക്കിയില്ല. അപ്പോഴാണ് ഓച്ചും ആൻസനും വരണമെന്ന് പറഞ്ഞു. ഇവൻ ഇറങ്ങി ഓടി. പക്ഷെ ഓടി കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പേടിയാണ്. വണ്ടി ബാക്ക് അടിക്കുക, വണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്ന കണ്ടാൽ ഭയങ്കര പേടിയാണ്. അപ്പം നിന്ന് കരഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ സിറ്റ് ഔട്ടിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഷാഡോസിൻ്റെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി 2-3 ഫോട്ടോസ് എടുക്കാൻ നിന്നത്. അപ്പോൾ വിചാരിച്ചു അതും കൂടി അറിയാണ്ട് ഇതിൽ പെട്ടുപോയി തന്നെ കേട്ടോ ഫോട്ടോസ് എടുത്തത്. അങ്ങനെ ഡിമ്പിളും പാച്ചും ആൻസനും കൂടി വന്നു. അപ്പോൾ ഇവിടുന്ന് ആഷിയും മമ്മിയൊക്കെ വെള്ളാങ്ങല്ലൂരുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ ഇന്ന് തന്നെ ഇറങ്ങും. ഡിമ്പിളും മോനും കൂടി ഉണ്ടാവും. അത് ഒരു യാത്രയുണ്ട്, ഡിമ്പിളിനൊരു യാത്രയുണ്ട് കേട്ടോ. അത് ഞാൻ നാളെ പറയാം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആൻസൺ ഇന്ന് തന്നെ മടങ്ങും. അങ്ങനെ പാച്ചു അപ്പാപ്പനെ കണ്ടപ്പോൾ അപ്പാപ്പൻ മോൻ ചാടി കയറി ഒക്കത്ത് കയറിയിരുന്നു. പിന്നെ അവന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തണ്ടായിരുന്നില്ല. അവന് അപ്പം പോകാനും പാടില്ല, എന്നാൽ ഇവിടെ അപ്പാപ്പൻ്റെ കൂടെ നിൽക്കുകയും വേണം. അങ്ങനെ ഓടിച്ചാടി കയറി. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഓടി പാറുവിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞ് പാറുവിനെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെ ഡിവൈൻ്റെ അമ്മേനും ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിനെ. അങ്ങനെ ഞങ്ങൾ ഡിമ്പിൾ വരുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു
7 മണിക്കാണ് ഡിന്നർ അവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഡ്രസ്സ് മാറി നിൽക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അധികം നേരം നിന്നില്ല, ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല. പഴംപൊരി ആൻസൺ ഒരെണ്ണം കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇവരൊക്കെ കഴിച്ചു. അപ്പോൾ ഡിമ്പിൾ വന്നപ്പോൾ ഡാഡിക്കൊരു ഹാമ്പർ കൊണ്ടുവന്നു. ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടം ഡ്രൈ ഫ്രൂട്ട്സാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഡാഡിക്ക് ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ അധിക ഭാഗം കൊണ്ടുവരിക. ഇവിടെ നിന്നായാലും വാങ്ങിക്കുമ്പോൾ എപ്പോഴും വാങ്ങിക്കും ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാനും കളിയാക്കും എപ്പോഴും ഈ ഡ്രൈ ഫ്രൂട്ട്സ് തിന്നിട്ട് ഷുഗർ കൂടുന്നു പറയട്ടോ, ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയത് നമ്മളുടെ നവ്യയിലേക്കാണ്. നവ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂബിലി മിഷൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ പേര് വേറെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നവ്യ എന്ന് പറഞ്ഞ് എൻ്റെ വയലിൽ നവ്യ എന്ന് പറയുന്നത് കോക്കിന്നോ അങ്ങനെ എന്തൊക്കെയാണ്. അങ്ങനെ ജൂബിലി മിഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഡാഡിയുടെ ബർത്ത്ഡേക്കാണ് ഞങ്ങളെല്ലാവരും കൂടിയതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ 8 പേര് ഒന്നിച്ച് കൂടാറില്ല. 8 ഇപ്പോൾ 9 ആയിട്ടാണ്. ചാക്കോച്ചനടക്കം 9 9 2 4 6 8 9 പേര് കേട്ടോ. 8 അങ്ങനെ തന്നെയല്ല, അതെ 9 പേര്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നു ഞങ്ങളുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സാവകാശം കൊണ്ടുവരും. അപ്പോൾ ഫുഡും കാര്യങ്ങളുടെയൊക്കെ പേരും ഒക്കെ ഇത്തിരി കുസൃതി പേരുകളാണ്. കാരണം ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റി ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഫുഡ് വിട്ട് കോണ്ടിനെൻ്റൽ ഫുഡാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ കുട്ടികൾ തിരഞ്ഞെടുത്തത്. ഇപ്രാവശ്യം ഇവിടുത്തെ വെറൈറ്റി ഫുഡാവാമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്കാണ് വന്നത്. എല്ലാതും നല്ലതായിരുന്നു, വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പോർക്കിൻ്റെ ഇതുണ്ടായിരുന്നു, പലതരം. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാൽ മുഴുവൻ തെറ്റിപ്പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് കുട്ടികൾ ഡിവൈനോ ഡിംപിളോ ഒക്കെ വീഡിയോസ് ഇടും, അപ്പോൾ അതിൽ കാണാം. അപ്പോൾ കേക്കും അതെ നല്ല കേക്കായിരുന്നു കേട്ടോ. എന്ത് കേക്കെന്ന് പറയാൻ ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു. കേക്കും അല്ല എന്നാൽ പുഡിങ്ങും അല്ല എന്നാൽ പുഡിങ് കേക്കും അല്ല, അങ്ങനത്തെ ഒരു നല്ലൊരു സംഭവം. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും മോനും അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആൻസനാണ് കേട്ടോ കംപ്ലീറ്റ് സെർവ് ചെയ്ത ആൾ. ആൻസൺ അങ്ങനെ സെർവ് ചെയ്യാൻ നല്ല ശീലമാണ്. കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് പാട്ടായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആവശ്യത്തിലധികം ഭക്ഷണമായി. സംഭവം എല്ലാതും ഓരോ കൊച്ചു പോർഷൻ വീതം പറഞ്ഞിട്ടുള്ളൂ, എങ്കിലും എല്ലാവരുടെയും വയറ് ഡമ്മായിട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ആൻസനും അവരും വരുമ്പോഴും എന്തോ കഴിച്ചു, ഡിവൈനും ഡോണും വരുമ്പോഴും കഴിച്ചു. അവർ പാർലറിൽ നിന്ന് വരുമ്പോൾ കുറേ ലേറ്റായിട്ടാണ് വന്നത്. ഡാഡിക്ക് ടീഷർട്ട് എടുക്കാനൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ തോമുവിൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയും അമ്മയും ഒരുമിച്ചിരിക്കുന്നത് അവന് പിടിക്കില്ല. അപ്പം അവൻ വാശി പിടിക്കും. അവരൊന്നിച്ച് ഫോട്ടോ എടുക്കാൻ നിന്നാൽ മൂപ്പര് സമ്മതിക്കില്ല. അങ്ങനെയാണ് അവന്. അപ്പ അവൻ്റെയാണ്, വേറെ ആരും അപ്പയുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നാട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. കാരണം ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നേരെ ആൻസൺ വെള്ളാങ്കല്ലൂർ പോയി മമ്മി എടുത്തിട്ട് പോവാണ് വീട്ടിലേക്ക്, മുനമ്പത്തേക്ക് മടങ്ങും. അപ്പോൾ പിന്നെ ഇനി അവനെ കാണുന്ന ഒരു സമയമില്ല. നേരെ വന്നു ഞങ്ങൾ വീട്ടിൽ ജസ്റ്റ് അവർ ഇറങ്ങി അങ്ങനെ തന്നെ ഇവിടേക്ക് വന്നല്ലോ, ഇനി പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ചെന്നോടുത്ത് ഇരുന്ന്, എപ്പോഴും നമ്മൾ പറയില്ല ഊണുമേശയുടെ ചുറ്റുമാണ് നമ്മൾ സംസാരിക്കാമെന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ ബാംഗ്ലൂർ വിശേഷം, കുറേ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ആൻസൻ്റെ പോകാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഇവനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വന്ന വഴിക്ക് നമ്മൾ പോയി പിന്നെ അപ്പാപ്പൻ്റെ മടിയിൽ പിന്നെ ആൻസൻ്റെ അപ്പയുടെ മടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അവനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ വലിയ ഗമയിൽ അപ്പയുടെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് പോയി. ഭയങ്കര മിടുക്കനായിട്ടാണ്. സംഭവം പോയിട്ട് 2-3 ദിവസം ആയുള്ളെങ്കിലും അവിടെ പോയിട്ട് അവൻ അപ്പയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മിടുക്കാട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു വശത്ത് സങ്കടമാണ്. കാരണം അവൻ അപ്പയുടെ കൂടെ ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ അവൻ ഇതുപോലെ തന്നെ മിടുക്കനായിട്ട് പോരും. ഇത് 2 ദിവസം കണ്ടു കഴിഞ്ഞ് പിന്നെ വീണ്ടും അവൻ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ശോകം പോലെയാണ്. അപ്പോൾ നമുക്കത് പറയാനേ പറ്റുള്ളൂ. അത് കൊണ്ടുപോകണം എന്ന് വിചാരിക്കേണ്ടത് ആൻസനും അവരുടെ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ അത് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും, അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്പനെ അവൻ യാത്രയാക്കാൻ പോവാണ്. അപ്പോൾ നാത്തൂനും കുറേ വിശേഷങ്ങൾ പറയാണ്. ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് നാളെ പറയാം, നാളെയോ മറ്റന്നാളോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ചില്ല് ചെയ്യാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് നാത്തൂനും കേട്ടോ.
അങ്ങനെ ദേ അപ്പാപ്പൻ ആരെടുത്തിട്ടും അവൻ പോകുന്നില്ല. അവസാനം അപ്പാപ്പൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പാപ്പ എടുത്തു കഴിഞ്ഞാൽ അവന് വരില്ല എന്ന് പറയാനായിട്ട് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ അപ്പാപ്പൻ്റെ കൂടെ വന്നെങ്കിലും അപ്പം പോയി കഴിഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞു കേട്ടോ, ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും അവൻ കരയണ കാണുമ്പോൾ. നിന്ന് തുള്ളി കരഞ്ഞു അപ്പാ അപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഡിംപിളുടെ വീഡിയോ ഇന്നലെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടറിയാം അവൻ കൗ, ഷീപ്പ്, പിന്നെന്താ പറയുക, ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവൻ പറയണതൊക്കെ ഏറ്റ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ ദേ പാച്ചുട്ടൻ പോയി എൻ്റെ സങ്കടത്തിലാണ് കേട്ടോ നമ്മുടെ തൂമുട്ടൻ. അപ്പോൾ തൂമുട്ടൻ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് നിൽക്കുക. കരയാനും വയ്യ, കരയാണ്ടിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. ഇവിടെ പാറും ലീലാമ്മയും ചാക്കോച്ചനും നല്ല ഉറക്കമാണ്. ലീലാമ്മ ഇടയിൽ ഇറങ്ങി വന്നു കേട്ടോ ആൻസനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറത്ത് ജെസ്സി വന്നിട്ടുണ്ട്. അപ്പോൾ ജെസ്സി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അനക്കാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ എന്താ ചെയ്യുക, ജെസ്സി വേഗം 2-3 ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ആൾ മടങ്ങിപ്പോവും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ജെസ്സി അപ്പുറത്തുണ്ടെങ്കിൽ എനിക്ക് തൊട്ട അടുത്തൊരാളുള്ള പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും സംസാരിക്കാൻ വരാനും എടുക്കാനും. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു അയൽവക്കം എന്ന് പറയില്ലേ, അതാണ്. പക്ഷേ ആൾ ഒരിക്കലും അവിടെ ഉണ്ടാവാറില്ല, അത് മാത്രം. അങ്ങനെ ദേ തോമും പാച്ചും കൂടിയിട്ട് കളിയാണ് കേട്ടോ. അപ്പോൾ പാച്ചു എങ്ങനെയാ വെച്ചാൽ തോമും ഒക്കത്തുള്ളപ്പോൾ വലിയ ധൈര്യത്തിന് പോയിട്ട് കാലുമൊക്കെ തോണ്ടും. പക്ഷേ തോമു വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ പാച്ചു ഇറങ്ങി ഓടും കേട്ടോ. കാരണം ഇതാണ് ഇവിടുത്തെ അംഗം. അപ്പോൾ അങ്ങനെ കളിക്കുകയാണ് കേട്ടോ, അല്ലാണ്ട് അത് അവർ ദേഷ്യത്തിലൊന്നുമല്ല, സന്തോഷത്തിലുള്ള കളിയാണ്. അങ്ങനെ സമയം 10:30 എല്ലാവരും അതാത് റൂമുകളിലേക്ക് പോയി. അപ്പോഴാണ് ഡാഡിയുടെ ഈ ഹാമ്പർ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഓൾറെഡി ഒക്കെ ക്ലോസ് ചെയ്യണത് സംഭവമൊക്കെ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ ചെയ്ത വീഡിയോ എടുത്തിട്ടില്ല. അത് ഡിംപിളുടെ വീഡിയോയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ദേ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര ക്ലീനാക്കി കിച്ചൺ ഇട്ടിട്ടുണ്ട് പാറു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് ദിവസം ആയിട്ടുള്ളെങ്കിലും ആ ദിവസം കൊണ്ട് നമ്മളുടെ ഒരു ശീലത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പം നമുക്ക് നാളെ കാണാം.